ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതുണ്ടല്ലോ ഒരു കൊച്ചൊരു വീഡിയോസുമായിട്ടാണ് കേട്ടോ. എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് നമ്മുടെ അമ്മമാരൊക്കെ പറയും 9 മാസം നിന്നെ കഷ്ടപ്പെട്ട് വയറ്റി ചുമന്ന് കൊണ്ട് നടന്ന്. ശരിയാണ്, ഞാനും പറയും എൻ്റെ മക്കളോട് 9 മാസം കഷ്ടപ്പെട്ട് വയറ്റി കൊണ്ട് നടന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ അച്ഛന്മാരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എല്ലാവരും. നമ്മുടെ അച്ഛന്മാരുണ്ടല്ലോ, എൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ പറയാനാണെങ്കിലുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ അന്ന് ഇവർ പ്രായം കുറഞ്ഞുള്ള സമയത്തുള്ള വിവാഹമല്ലേ. അമ്മയായാലും അച്ഛനായാലും അമ്മയുടെ 16-ാമത്തെ വയസ്സിലും അച്ഛൻ്റെ 19-ാമത്തെ വയസ്സിലും വിവാഹം കഴിച്ചത് കേട്ടോ. ആ ചെറുപ്രായം മുതലേ ആ ഒരു ജീവിതം പോലെ എന്തുവാണെന്ന് പോലും അറിയാൻ വയ്യാത്ത സമയത്ത് വിവാഹം കഴിച്ച ആൾക്കാരല്ലേ. എൻ്റെ അച്ഛൻ ചെറുപ്പം മുതലേ, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞേക്കാം, അച്ഛമ്മയൊക്കെ പറഞ്ഞേക്കാം, ചെറുപ്പം മുതലേ എൻ്റെ അച്ഛനെ കഷ്ടപ്പെടാനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെന്ന്. ശരിയാണ്, എൻ്റെ അച്ഛനെ എൻ്റെ ഓർമ്മയിൽ അന്ന് മുതൽ ഇപ്പോഴും എൻ്റെ അച്ഛൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് നമ്മളെ നോക്കുന്നത്. എൻ്റെ അച്ഛൻ മാത്രമല്ല, എല്ലാ അച്ഛന്മാരും കഷ്ടപ്പെട്ടാണ് മക്കളെ നോക്കുന്നത്. എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ റെയിൽവേയിലെ ജോലി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റെയിൽവേയിൽ വലിയ ഉദ്യോഗമൊന്നുമല്ല, ഫുഡ് ഷെഡിലെ ജോലിയായിരുന്നു. പിന്നെ അച്ഛനത് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം, കായംകുളത്ത് അത് ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ അച്ഛനത് മാറ്റിയിട്ടും റോഡ് പണിക്ക് പോകും. റോഡ് പണിക്കൊക്കെ പോകുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ അച്ഛൻ റോഡ് പണിക്കൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ വിഷമം വരുന്നിട്ടുണ്ട്. എരിയാന വെയിലത്ത് ടാറൊക്കെ ഉരുക്കി ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പാട്ടേക്കകത്തൊക്കെ ഒഴിച്ചൊഴിച്ച്, അന്ന് അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴല്ലേ വേറെ ഓരോ കാര്യങ്ങളായിട്ട് റോഡ് പണി മുന്നോട്ട് പോകുന്നത്. അന്നെന്ന് വെച്ചാൽ അവരങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്നോളവും കഷ്ടപ്പെട്ട് എന്നെ ആയാലും വിവാഹം കഴിപ്പിച്ച് വിട്ട്, എൻ്റെ അനിയത്തി വിവാഹം കഴിപ്പിച്ച് വിട്ട്, ഇതിനെല്ലാം നമ്മൾ അച്ഛൻ തന്നെ കഷ്ടപ്പെട്ട് ആ ഒരു രീതിയിലാണ് നമ്മുടെയൊക്കെ വിവാഹം. അതുപോലെ തന്നെ ആങ്ങളെ ഇപ്പം ആർമി ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഞങ്ങൾ അച്ഛനോട് ഇപ്പോഴും പറയും, ഞാനായാലും അനിയത്തി, ആങ്ങളെ, അമ്മയെല്ലാം പറയും, ഇപ്പം നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട, എന്തായാലും ഇപ്പം എൻ്റെ അച്ഛൻ 53 വയസ്സുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ അച്ഛന് വീട്ടിലിരിക്കത്തില്ല. നേരം വെളുത്ത് അച്ഛൻ ജോലിക്ക് പോകും. ഇപ്പം അച്ഛൻ ജോലിക്ക് പോകുന്ന അച്ഛൻ പറയുന്നത്, ഞാൻ എവിടെയെങ്കിലും മാറി കിടപ്പാക്കുന്ന സമയത്ത് എന്നെ എൻ്റെ മോനായാലും മക്കളായാലും നോക്കിയാൽ മതി. ഇപ്പം എനിക്ക് കൈക്കും കാലിനുമൊക്കെ ആവതുള്ള സമയത്ത് ഞാൻ കഷ്ടപ്പെടും. എന്നിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളും ഒക്കെ നോക്കും. എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എന്തെങ്കിലും ഒരു 10 പൈസയുടെ ആവശ്യം വന്നാൽ എനിക്ക് എൻ്റെ മോനോടോ അല്ലെങ്കിൽ മറ്റാരോടും എനിക്കത് ചോദിച്ച് മേടിച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ അച്ഛനെ ഞാൻ ജനിച്ച നാൾ മുതൽ ഇപ്പം വരെ കാണുന്നതാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്, ഇച്ചിരി എന്തെങ്കിലും ഒരു വയ്യാന്ന് കേൾക്കുമ്പോഴേ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവരെയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ അച്ഛന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞങ്ങളുടെ അച്ഛനും അമ്മയെന്ന് പറയും. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങളുടെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനും അവർ തമ്മിൽ എന്തെങ്കിലും ഈശപ്പോശ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പിണങ്ങി ദൂരെ മാറി ഒരു നിമിഷം പോലും അവർ മാറിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാവാം, അവരുടെ ആ ഒരു ജീവിതം കണ്ടതുകൊണ്ടാവാം ഞങ്ങളുടെ ഭർത്താക്കന്മാരോടായാലും എതിർത്ത് സംസാരിക്കുവാട്ടെ, അല്ലെങ്കിൽ പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുവാട്ടെ, ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങൾക്കും ചെയ്യാൻ തോന്നിയിട്ടുമില്ല ഇതുവരെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയില്ല. കാരണം അറിയത്തില്ല, ദൈവം സഹായിച്ചതിന് നാളത്തെ കാര്യം നമുക്കറിയില്ല. പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പം വന്നത് എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാനാട്ടോ. കാരണം നമുക്ക് അമ്മമാരും വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മൾ ഈ അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം എത്രമാത്രം നമ്മളിലുണ്ട്, നമുക്ക് അവരോടുണ്ട്. സ്വന്തം അച്ഛന് പകരം അച്ഛൻ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. ഒരിക്കലും ആ ഒരു ഫീലിങ്സൊക്കെ ഇത് വേറെ കേട്ടോ. അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കത് പറയണമെന്ന് തോന്നി പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഈ സ്വന്തം അച്ഛന്മാർ തന്നെ മക്കളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് ഗർഭിണികളാക്കുന്നു, ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ അത് ഒരിക്കലും എല്ലാവരെയും കൂടെ കൂടിക്കലർത്തി അല്ല കേട്ടോ. നല്ല അച്ഛന്മാരും ഉണ്ട്, മക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, പൊന്നുപോലെ നോക്കുന്ന നല്ല അച്ഛന്മാരും ഉണ്ട്, വേറെ ലെവലിലുള്ള അച്ഛന്മാരും ഉണ്ട് കേട്ടോ. 50% നല്ല ആൾക്കാർ തന്നെയുണ്ട് കേട്ടോ. ആ കൂട്ടത്തിലുള്ള തന്നെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമാവായിരുന്നു. കാരണം അന്ന് മുതൽ ഇന്നോളം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയത്. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും
സമാധാനത്തെ സന്തോഷത്തോടെ ഉള്ള വെള്ളം കുടിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞത് കേട്ടോ. ഇപ്പം എന്നാൽ ചോദിക്കും എൻ്റെ അച്ഛന് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, വീട്ടിലിരുന്ന് അത്യാവശ്യം വീട്ടിലിരുന്നൊക്കെ ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ എൻ്റെ ആങ്ങളെ വലുതായി കഴിഞ്ഞപ്പം വന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ അച്ഛൻ ഇപ്പോഴും ജോലിക്കൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കി. ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ അടുത്തോട്ടൊക്കെ വരുമ്പം മക്കൾക്കൊക്കെ കുറച്ച് ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുവെടുക്കുകയൊക്കെ ചെയ്ത് എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ അച്ഛന്മാർ അത് നമുക്ക് പറയണ്ടായോ. ഇപ്പം ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സമയത്തുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ അച്ഛനൊക്കെ വരുമ്പോഴും ഒരു ദിവസം കണ്ടില്ലെങ്കിലോ ഒരാഴ്ച കണ്ടില്ലെങ്കിലോ അത്രയ്ക്കുള്ള വിഷമമൊന്നും വരത്തില്ല. ഒന്ന് ഫോൺ വിളിച്ച് എന്താ അച്ഛനെന്താ വന്നില്ലല്ലോ, ഒന്ന് ഈ ആഴ്ച അച്ഛനെ കണ്ടതേ ഇല്ലല്ലോ, ജോലി ദൂരെ ആയിരുന്നു അമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയുമായിട്ട് സംസാരിച്ച് നമ്മൾ വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ 4 മാസം കൊണ്ട് അച്ഛനെ കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാട്ടോ. ആ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്കെപ്പോഴും നമ്മുടെ അച്ഛൻ്റെ നമ്മൾ രാജകുമാരികളാണ് നമ്മുടെ അച്ഛൻ്റെ മനസ്സിൽ, അല്ലേ?